എവിടെയാ പോന്നെ നമ്മളെവിടെയാ പോന്നെ? നമ്മൾ ടൂറ് പോന്നല്ലേ? ഹലോ എവരിവൺ, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇച്ചൂട്ടൻ്റെ അങ്കണവാടിയിൽ നിന്നും ഒരു വൺ ഡേ ടൂറ് പോവുകയാണ് കേട്ടോ. അപ്പോൾ 15 കുഞ്ഞു മക്കളും 10 അമ്മമാരും കൂടിയിട്ടാണ് നമ്മൾ വൺ ഡേ ടൂറ് പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മളൊരു 9 മണി ടൈമിലാണ് പോകുന്നത്. നമ്മുടെ കണ്ണൂരിനകത്ത് ഉള്ള ഒരു കൊച്ചു സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ കുഞ്ഞുമക്കളുടെ സന്തോഷമല്ലേ. അപ്പോൾ അങ്കണവാടിയിൽ നിന്നും എല്ലാ ടീമും നമ്മളിങ്ങനെ വൺ ഡേ ടൂറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ടീം എന്ന് പറയുന്നത്. ഈ ഒരു ട്രാവലറിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്, വണ്ടി കൃത്യസമയത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ ടൂറ് എന്ന് പറയുന്നത് ഒന്ന് വയലപ്ര ബീച്ച്, പിന്നെന്താ പെറ്റ് സ്റ്റേഷൻ, അങ്ങനെയുള്ള 2-3 സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ പോയിട്ടൊരു വൈകുന്നേരം 8 മണിക്കുള്ളിൽ തിരിച്ചെത്തണം എന്ന ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു വൺ ഡേ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുഞ്ഞുമക്കളുടെ സന്തോഷവും അവർ ആസ്വദിക്കുന്ന എല്ലാ മൊമെൻറ്റ്സും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വയലപ്രയാണ്. ഞാനും ഇച്ചൂട്ടനൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വയലപ്ര പോകുന്നത്. അപ്പോൾ കുഞ്ഞുമക്കളുടെ സന്തോഷം അതിമനോഹരമായിരുന്നു. പാട്ടൊക്കെ വെച്ചപ്പോൾ ഭയങ്കര ഡാൻസായിരുന്നു കേട്ടോ എല്ലാവരും. അങ്ങനെ നമ്മൾ വയലപ്ര എത്തി. ഞാനും ഇച്ചൂട്ടനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇച്ചൂട്ടനെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഈ ഒരു അവൻ്റെ കൂട്ടുകാരുടെ കൂടെ ആദ്യമായിട്ടാണ് അവൻ ടൂറ് പോകുന്നത്. അപ്പോൾ എന്താ ഫസ്റ്റ് ഇതാ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്താൽ മാത്രമല്ലേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റൂ. അപ്പോൾ വയലപ്ര ബീച്ച് എന്ന് പറയുന്നത് ഒരു പിന്നെ പുഴയുണ്ട്. പുഴയിൽ കൂടി നടന്ന് അവസാനം ഒരു പാർക്കിലേക്ക് എത്തുന്ന ഒരു രംഗാട്ടോ അവിടെ കാണുന്നത്. ഓരോന്നിലും കയറാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചാർജ് കൊടുക്കണം കേട്ടോ. 50, 30 അങ്ങനെയാണ് അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് അവിടെ പൈസ കൊടുത്തിട്ട് നമ്മൾ കോയിൻ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം പുറത്ത് ഗെയിംസൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിൽ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പ്രത്യേക ചാർജ് വേണമായിരുന്നു. അപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്
പിള്ളേർക്ക് അങ്ങനെ പുറത്ത് കളിക്കാനാവൂലല്ലോ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് എല്ലാവരും വന്നു കേട്ടോ. അങ്ങനെ ഇതുപോലുള്ള ആക്ടിവിറ്റീസിലാണ് അവർ കളിച്ചത്. എന്താ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ വയലപ്ര എന്ന് പറയുന്നത്. അപ്പോൾ എന്താ എല്ലാവർക്കും ഇവിടെ കുട്ടികളുമായിട്ടൊക്കെ വരാൻ അടിപൊളിയായിരിക്കും. കാരണം അത്രയ്ക്കും കളിക്കാനും അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര രസമായിട്ടാണ് അവർ അതിനുള്ളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വയലപ്ര ബീച്ചിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ എവിടെയെങ്കിലും നമ്മൾ വയലപ്ര ബീച്ച് വയലപ്രയിൽ നമ്മൾ മടങ്ങിയാണ്. നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് ചൂട്ടാട് ബീച്ചിലേക്കും പിന്നെ അവിടെ പെറ്റ് സ്റ്റേഷനിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. അപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ പോകുന്നത് പെറ്റ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 1:30. എൻ്റെ ഫോണിൽ ചാർജ് തീരാറായി. അങ്ങനെ നമ്മൾ പെറ്റ് സ്റ്റേഷനിലേക്ക് തൊട്ടടാ ഹോസ് അതാ അങ്ങനെ നമ്മൾ പെറ്റ് സ്റ്റേഷനിലെത്തി. ഒരുപാട് മൃഗങ്ങളും അങ്ങനെയൊക്കെ ഇല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഒന്നും കൂടി മീനതാ ഇച്ച് കൈയിടുന്ന ഇത് നോക്കറ ഫിഷ് നോക്കറ.
രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചൂട്ടാട് ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആനിമൽസും ബേഡ്സും പെറ്റ്സും കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ മടക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി മൂഡിലാണ് കേട്ടോ. അവർ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ എത്രത്തോളം ഹാപ്പിയാണ് എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാവും. ടീച്ചറായാലും അമ്മമാരായാലും എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു തരത്തിലും മടുപ്പോ ഒരു കാര്യം നമുക്ക് കുട്ടികളെ കൊണ്ടും കുട്ടികളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും നമുക്ക് ടീച്ചർക്കും ഉണ്ടായിട്ടില്ല, അമ്മമാർക്കും ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ ആ സമയത്ത് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഹാപ്പിയിലാണ്. ആരും മൂടും പോയിട്ടില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവർ കാണുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ നിന്നും മടങ്ങിയായിട്ട് നമ്മൾ പോകുന്നത് ഇനി ചൂട്ടാട് ബീച്ചിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ പോയത്. അവിടെ നിന്ന് കുറച്ച് ഐസ്ക്രീമും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഈവനിങ്ങിൽ ഒരു 4 മണി 4:30 ആ ടൈമിലാണ് ചൂട്ടാട് ബീച്ചിലേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ ചൂട്ടാട് ബീച്ചൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. അവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ ചാർജ് ഏകദേശം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനത്തെ കുറേ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഒരുപാട് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അമ്മമാരൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് പോയതിന് ശേഷം നമ്മൾ മാടായി കാവിലേക്കും പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അംഗനവാടി ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.